ഈ ചീട്ടുകൊട്ട് അറിവില്ലേ? ഏകദേശം അതുപോലെയാണ് കോൺഗ്രസ് പാർട്ടി. ഒരു പരിധിവരെ തകരാതെ പിടിച്ചു നിൽക്കുമെങ്കിലും തകർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും തടഞ്ഞു നിർത്താനാകില്ല. തകർന്ന് അതിൻ്റെ അവസാനം കണ്ടതിന് ശേഷം മാത്രമേ ആ പ്രക്രിയ പൂർത്തിയാകൂ. മാത്രമല്ല, മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ തകർച്ച സീസണബിളാണ്. അതായത് ഒരു പ്രത്യേക സീസണിൽ മാത്രം ഉണ്ടാകുന്ന ഒന്നായിരിക്കും അത്. പ്രത്യേക സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയം അടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരടിയും പിടിയും കൂട്ടപ്പൊരിച്ചിലും കോൺഗ്രസിൽ പതിവുള്ളതാണ്. മറ്റു സമയങ്ങളിൽ തങ്ങൾ കോൺഗ്രസുകാർ മാത്രമാണ് എന്ന് പറയുന്ന നേതാക്കളെല്ലാം ഏതൊക്കെ ഗ്രൂപ്പാണ്, ഏതൊക്കെ ഉപഗ്രൂപ്പാണ്, ആരൊക്കെയാണ് അവരുടെ നേതാക്കൾ, എന്താണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർ ലക്ഷ്യമിടുന്നത് എന്നെല്ലാം കൃത്യമായും മനസ്സിലാകുന്നത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ്. ആ ഒരു സമയമാണിപ്പോൾ. ആ സമയമായതുകൊണ്ട് തന്നെ പതിവ് പോലെ കോൺഗ്രസിൽ പൊട്ടലും ചീറ്റലും മറ്റ് സംഭവങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം വിഷയം പാർട്ടിക്ക് വരുത്തിവെച്ച ക്ഷീണം അങ്ങനെ തന്നെ നിൽക്കുന്നതിനിടയിലാണ് അതിനനുബന്ധമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ വിഷയം കൂടി കൂന്മേൽ കുരുവായി എത്തുന്നത്. മണ്ണും ചാരി ഇരുന്നവൻ പെണ്ണും കൊണ്ടുപോയ അവസ്ഥയിലാണ് യൂത്ത് കോൺഗ്രസിലെ സ്ഥിതി. ചോര നീരാക്കി പണിയെടുത്ത് പോലീസിന്റെ ലാത്തിയടി ആവശ്യം പോലെ ശരീരത്ത് വാങ്ങിച്ചു കെട്ടിയ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പ്രസിഡന്റ് ആയില്ല. പകരം ചിത്രത്തിലേ ഇല്ലാത്ത തൃശ്ശൂരുകാരൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് രാശി നല്ല രാശിയാണ്. ഗർഭചിത്രത്തിലൂടെ തുടങ്ങിവച്ച സംഘടനാ വിഷയങ്ങൾ ഒക്കെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു കാലത്ത് കോൺഗ്രസിന്റെ അനിശ്ചിത നേതാവും മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തന്റെ അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അബിൻ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള, വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അബിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആർക്കും. അല്ല, സ്വാഭാവികമായിട്ടും ഒരു തീരുമാനം വരുമ്പോൾ പല അഭിപ്രായങ്ങൾ കാണും. പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുത്തു. അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. പക്ഷേ എബിൻ അർഹതയുള്ള വ്യക്തിയാണ്. അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ്. എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതിയിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അബിനതൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അബിനാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. സ്വാഭാവികമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണമായിരുന്നു തീരുമാനമെടുക്കാൻ. പക്ഷേ തീരുമാനമെടുത്തു. ചാണ്ടി ഉമ്മന്റെ ഈ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് കോൺഗ്രസിൽ നിലനിൽക്കുന്ന സംഘടനാ വിഷയങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും കൂടി കോൺഗ്രസിനെയും അതുപോലെ യൂത്ത് കോൺഗ്രസിനെയും ഹൈജാക്ക് ചെയ്ത് കയ്യിൽ വച്ചിരിക്കുകയായിരുന്നു എന്ന ആരോപണങ്ങളാണ് പല നേതാക്കളിൽ നിന്നും പലപ്പോഴായി ഇതുവരെ ഉയർന്നത്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട സ്ത്രീ പീഡന പരാതി ഉയരുന്നതിനു മുൻപ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ഭാഗമായിരുന്നു ഷാഫിയും മാങ്കൂട്ടവും. എന്നാൽ സ്ത്രീ പീഡന പരാതി ഉയർന്നതിനെ തുടർന്ന് സതീശൻ ഇരുവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് നിലവിലെ കോൺഗ്രസ് സംഘടനയ്ക്കുള്ളിൽ കെ.സി. വേണുഗോപാൽ ഗ്രൂപ്പ് ശക്തിയാർജിച്ചത്. ഈ പറയുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും കെ.സി. വേണുഗോപാലിനൊപ്പം ചേരുകയായിരുന്നു. എന്നാൽ അതേസമയം കോൺഗ്രസിൽ നിലവിൽ അപ്രസക്തമായി നിൽക്കുന്ന എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒരുമിച്ച് പോകാൻ തീരുമാനിക്കുകയും ഈ പറയുന്ന കെ.സി. വേണുഗോപാൽ ഗ്രൂപ്പിന് ബദലായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നിലവിലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ. സാക്ഷാൽ ദൈവം തമ്പുരാൻ നേരിട്ട് ഭൂമിയിൽ അവതരിച്ചാൽ പോലും അദ്ദേഹത്തിന് തീർക്കാൻ കഴിയാത്ത തരത്തിൽ കോൺഗ്രസിലെ സംഘടനാ വിഷയങ്ങൾ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും കെ.സി. വേണുഗോപാലിന്റെ പിന്തുണയോടെ കോൺഗ്രസ് ഔദ്യോഗിക സംഘടനാ പക്ഷത്തെ കയ്യിൽ ഒതുക്കിയിരിക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയാതെ തന്നെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. വളരെ ഗുരുതരമായ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉണ്ടായിട്ടും സംഘടനാ തലത്തിൽ നോക്കിയാൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു കോൺഗ്രസ് മെമ്പർ പോലും അല്ലാതിരുന്നിട്ടും ഇപ്പോഴും പാർട്ടിയിൽ ശക്തനായി തന്നെ പുള്ളിക്കാരൻ നിൽക്കുന്നതിന് കാരണം ഈ ഗ്രൂപ്പിൻ്റെ മേധാവിത്വം തന്നെയാണ്.
മറ്റു കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടെങ്കിലും അവരാരും ഇത് പരസ്യമായി പുറത്തു പറയുന്നില്ല. അതിനിടയിലാണ് ചാണ്ടി ഉമ്മൻ ചില തുറന്നു പറച്ചിലുകളുമായി രംഗത്തെത്തിയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇക്കാര്യത്തിൽ മറ്റു ചില തുറന്നു പറച്ചിലുകൾ കൂടി താൻ നടത്തുമെന്നും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പാർട്ടിയുടെ ഭാവി എന്താണെന്ന കാര്യത്തിൽ ആർക്കും പ്രഡിക്റ്റ് ചെയ്യാനാകാത്ത വല്ലാത്തൊരു സാഹചര്യം കോൺഗ്രസിൽ നിലനിൽക്കുന്ന ഈ സമയത്താണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പുതിയൊരു വാർത്ത എത്തുന്നത്. വാർത്ത മറ്റൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത ബന്ധമുള്ള ഒരു കോൺഗ്രസ് നേതാവ് തൻ്റെ കോൺഗ്രസ് അംഗത്വം രാജിവെച്ച് CPM-ലേക്ക് പോയി എന്നുള്ളതാണ് വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കേൾക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന് ചില സംശയങ്ങൾ നമുക്കുണ്ടാകും എന്നുള്ളത് കൂടി ആദ്യമേ പറയാം. യൂത്ത് കോൺഗ്രസിൻ്റെ ഉദയംപേരൂർ മണ്ഡലം പ്രസിഡന്റ് അഖിൽ രാജാണ് കോൺഗ്രസ് അംഗത്വം രാജിവെച്ച് CPM-ൽ ചേർന്നത്. ഈ അഖിൽ രാജ് കോൺഗ്രസ് അംഗത്വം രാജിവയ്ക്കാനും അതിനുശേഷം പോയി CPM-ൽ ചേരാനുമുള്ള കാരണമാണ് രസകരം. കോൺഗ്രസ് നേതാവായ രാജു പി നായർ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമങ്ങൾക്ക് വാർത്തകൾ നൽകിയതിൽ പ്രതിഷേധിച്ചാണ് അഖിൽ രാജ് CPM-ൽ അംഗത്വമെടുക്കാനെത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിർദ്ദേശത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജു പി നായർ പ്രവർത്തിച്ചതെന്നും അഖിൽ രാജ് ആരോപിച്ചിട്ടുണ്ട്. അവിൻ വർക്കിക്ക് രക്ഷയില്ലാത്ത പാർട്ടിയിൽ തനിക്ക് രക്ഷയുണ്ടാകുമോ എന്ന ചോദ്യവും ഈ അഖിൽ രാജ് ചോദിച്ചിട്ടുണ്ട്. തനിക്കൊപ്പം മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും CPM-ലേക്ക് വരുമെന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. VD സതീശന്റെ നിർദ്ദേശത്തോടെ രാജു പി നായർ ഗ്രൂപ്പ് യോഗങ്ങൾ നടത്തിയെന്നും ആരോപിക്കുന്നുണ്ട്. 2-3 ദിവസം മുൻപ് തന്നെ അഖിൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്നും വരും ദിവസങ്ങളിൽ കള്ളന്മാർ ആരെന്ന് തെളിവുമായി താൻ ലൈവിൽ വരുമെന്നുമാണ് അഖിൽ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ അഖിൽ എന്ന് പറയുന്ന വ്യക്തി യൂത്ത് കോൺഗ്രസ് മെമ്പർ സ്ഥാനം രാജിവെച്ച് CPM-ലേക്ക് പോയി എന്നുള്ളതല്ല യഥാർത്ഥ പ്രശ്നം. എറണാകുളം ജില്ലയിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശ്വസ്തരിൽ പ്രധാനിയായിരുന്നു ഇദ്ദേഹം എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിനോട് VD സതീശൻ വിഭാഗം ചെയ്ത നീതികേടിൽ പ്രതിഷേധിച്ചാണ് അഖിൽ രാജ് പാർട്ടി വിട്ടതെങ്കിലും CPM-ൽ ചെന്ന് ചേർന്നതോടെ ഷാഫി പറമ്പിൽ വിഭാഗത്തിനാണ് ഇപ്പോൾ നെഞ്ചെടുപ്പ് കൂടുതലായത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശ്വസ്തരിൽ പ്രധാനിയായിരുന്നു ഈ പുള്ളിക്കാരൻ എന്നുള്ളതിനാൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇദ്ദേഹത്തിന് അറിയാം എന്നുള്ളതാണ് ഷാഫി ഗ്രൂപ്പിനെ കുഴപ്പിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പുതിയ വിഷയങ്ങൾ പൊതുജനമധ്യത്തിലേക്ക് വന്നാൽ അത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നുള്ളത് ഉറപ്പാണ്. വീണ്ടും ഒരിക്കൽ കൂടി പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കേണ്ടി വരിക എന്നുള്ളത് UDF-നെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. മാങ്കൂട്ടത്തെ വിട്ട് CPM-ലേക്ക് പോയ അഖിൽ രാജ് അവിടെ നിന്നുകൊണ്ട് ഉണ്ടയില്ലാത്ത വെടി പൊട്ടിച്ചാലും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ദോഷം തന്നെയാണ്. ഇലക്ഷൻ കാലമായതുകൊണ്ട് തന്നെ അതിൽ പിടിച്ചായിരിക്കും മാധ്യമ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിൻ്റെ മാത്രമല്ല, കേരളത്തിലെ തന്നെ ചർച്ചാ കേന്ദ്രം രാഹുൽ മാങ്കൂട്ടം ആയതുകൊണ്ട് അഖിൽ രാജ് യൂത്ത് കോൺഗ്രസ് അംഗത്വം രാജിവെച്ചതും CPM-ൽ ചേർന്നതും ഇനിയും നിരവധി ചർച്ചകൾക്ക് കാരണമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്.